ജിഹാദുൽ അക്ബറും ജിഹാദുൽ അസ്ഗറും ഉണ്ട്. വലിയ യുദ്ധം, ചെറിയ യുദ്ധം, ഇങ്ങനെ രണ്ട് യുദ്ധങ്ങളുണ്ട്. അതേ ബദറിൽ നടന്നത് ചെറിയ യുദ്ധമാണ്, ഉഹദിലും നടന്നത് ചെറിയ യുദ്ധമാണ്, ഹുനൈനിലും നടന്നത് ചെറിയ യുദ്ധമാണ്. അതേ ഇപ്പൊ ഫലസ്തീനിൽ നടന്നതും അത് ചെറിയ യുദ്ധമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ചെറിയ യുദ്ധമാണ്. അതേ സമയത്ത് വലിയ യുദ്ധം ഏതാണെന്നറിയോ? അത് ശത്രുക്കളോടുള്ള യുദ്ധമല്ല, സ്വന്തം ശരീരത്തോടുള്ള യുദ്ധമാണ്. അതേ മൂത്തത്ത് യുദ്ധം ഒരു വലിയ യുദ്ധമല്ലേ? മൂത്തത്ത് യുദ്ധം. ആ മൂത്തത്ത് യുദ്ധത്തിൽ ഒരു സഹാബി 90 ചില്ലാനം വെട്ടുകളേറ്റ് ഇങ്ങനെ പടയുന്നത് കാണുമ്പോ അപ്പോഴാണ് അടുത്ത സഹാബിക്ക് യുദ്ധത്തിന്റെ ക്യാപ്റ്റനായി ഇറങ്ങാനുള്ള അവസരം. നബി തങ്ങൾ പ്രഖ്യാപിച്ചതനുസരിച്ചുള്ള അവസരം അപ്പോഴാണ്. ആ രംഗത്ത് ശരീരത്തിന് ചെറിയ ഒരു മടി വന്നപ്പോൾ ശരീരത്തിന് ഉറുതി കൊടുക്കുകയാണ്. എന്താ കൊടുത്ത ഉറുതി? യാ നഫ്സി ഇല്ലം തുഖ്തലി തമൂതി ഹാദാ ഹിയാദുൽ മൗതി ഖദ് ലഖീതി. ഓ ശരീരമേ, നിനക്ക് മരിക്കാനുള്ള നല്ല ചാൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ അവസരം നീ ദുരുപയോഗം ചെയ്യരുത്. ഇത് നീ ദുരുപയോഗം ചെയ്താൽ ഇവിടെ കാലകാലമായി ജീവിക്കാമെന്ന വ്യാമോഹം നിനക്ക് വേണ്ട. ഇവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്ത് നീ മരിക്കേണ്ടി വരും. ഇവിടെ എന്തായാലും ഈ ഭൗതിക ലോകത്ത് ശാശ്വതമായി എനിക്ക് ജീവിക്കാൻ പറ്റൂല. അതുകൊണ്ട് ശരീരമേ, നിനക്ക് മരിക്കാൻ പറ്റിയ നല്ല സ്പോട്ടാണിത്. യാ നഫ്സി ഇല്ലം തുഖ്തലി തമൂതി ഹാദാ ഹിയാദുൽ മൗതി ഖദ് ലഖീതി. ശരീരത്തിന് ഉപദേശം കൊടുത്ത് പോർക്കളത്തിലേക്ക് എടുത്തു നേടി ഷഹീദായ മഹാന്മാരില്ലേ?